എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയോടെ നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന തിരുമേനി വന്നിട്ട് പുറത്തു വന്നിട്ട് ആ പ്രമാണിയോട് പറയാണ്, അതെ ആ സ്വർണ്ണാരഞ്ഞാണ് കാണുന്നില്ല എന്ന് പറയണം. സ്വർണ്ണാരഞ്ഞാണ് കാണുന്നില്ലേ, അതെവിടെ പോയി? അത് കാണുന്നില്ല, ഭഗവാന്റെ അരയിൽ ഇപ്പൊ അത് കാണുന്നില്ല. എനിക്കറിയില്ല എങ്ങോട്ടാ പോയെന്ന് പറയണം. എനിക്കറിയാം, ഇത് നിങ്ങളുടെ നോട്ടക്കുറവ് പോലെ സംഭവിച്ചതാണ്. ആ പൊന്നരഞ്ഞാണ് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞില്ലായിരുന്നോ ആ സൂക്ഷിക്കണം എന്നുള്ള കാര്യം. കള്ളന്മാരുള്ള സ്ഥലമാണ്, അപ്പോൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തിരുമേനിക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പൊന്നരഞ്ഞാണം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തിരുമേനിക്കാന്ന് പറയാം. പെട്ടെന്ന് തിരുമേനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. തിരുമേനി ഒരിക്കലും അറിഞ്ഞ കാര്യമല്ല. ഈ സമയത്ത് അയാൾ മനസ്സിൽ ഓർക്കുവാണ്, ആരായിരിക്കും അത് കൊണ്ടുപോയത്. പെട്ടെന്ന് ചോദിച്ചു, നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാമഭദ്രന്റെ മോൻ ഇവിടെ നിൽക്കുന്നില്ലായിരുന്നോ? അവൻ ശരിക്കും ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്ന കൃഷ്ണനെ അല്ലായിരുന്നു, പൊന്നരഞ്ഞാണത്തെ അത് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ച അവൻ തന്നെ ആയിരിക്കണം അത് കട്ടെടുത്തോണ്ട് പോയത്. ബാ നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോകാന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ഉണ്ണിമോള് ഗിരിദേവനോട് പറഞ്ഞു, അല്ല കുട്ടിനാരായണൻ ആ സ്വർണ്ണാഞ്ചാണം എടുത്തിട്ടില്ലോ, പിന്നെന്തിനാ എല്ലാരും കൂടെ കൂടി അവന്റെ വീട്ടിലേക്ക് പോടേന്ന് ചോദിക്കണം. അത് കൃഷ്ണഭവൻ അവന് സമ്മാനിച്ചല്ലെന്ന് ചോദിക്കും. സമ്മാനിച്ചാന്ന് കുട്ടിനാരായണനല്ലേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല ഉണ്ണിമോളെ. അതുകൊണ്ടാണ് അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയത്. അല്ല എന്നിട്ട് പോയി പിടിച്ചോ? കുട്ടിനാരന്റെ അടുത്തുനിന്ന് ആ സ്വർണ്ണം ഞാൻ കണ്ടെത്തിയെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ പറയാം എന്ന് അയ്യപ്പസ്വാമി ഉണ്ണിമോളോട് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഇവര് നേരെ കുട്ടിനാരായണന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ കുട്ടിനാരായണന്റെ അമ്മ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വന്ന ഉടനെ അയാള് പറഞ്ഞു, നിന്റെ മോനുണ്ടല്ലോ, അവന് കൃഷ്ണഭഗവാന്റെ പൊന്നരഞ്ഞാണോ എടുത്തോണ്ട് എങ്ങോട്ട് വന്നേക്കെന്ന് പറയും. പൊന്നരഞ്ഞാണോ? നിങ്ങൾ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് വേണം. നിനക്കൊന്നും മനസ്സിലാവില്ല. പെരുങ്കള്ളനായ രാമഭദ്രന്റെ മോനല്ലേ. അവൻ കാണിച്ചത് എന്താണെന്നറിയോ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുപക്ഷെ നാളികേരവും അടക്കയൊക്കെ മോഷ്ടിച്ചെന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വിലപിടിപ്പുള്ള വസ്തു, അതും ഭഗവാന്റെ പൊന്നരഞ്ഞാണം മോഷ്ടിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്ന് പറയണം. പെട്ടെന്ന് തന്നെ കുട്ടിനാരന്റെ അമ്മ പറഞ്ഞേ, അനാവശ്യം പറയരുത്, എന്റെ മോൻ ആരുടെ ഒന്നും കട്ടെടുത്തിട്ടില്ല. എന്റെ മോന് രാമഭദ്രന്റെ മോനായതുകൊണ്ട് മാത്രം നിങ്ങൾ സംശയിക്കരുത്. അവൻ പാവമാണ്, അവൻ ഒരിക്കലും അങ്ങനെ കട്ടെടുക്കില്ല. അവനെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറയണം. അതെ അനാവശ്യം പറയുന്നത്, അവൻ എന്തിയാ, അവൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ്. ഈ സമയത്ത് കുട്ടിനാരായണൻ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. കുട്ടിനാരായണന്റെ മുഖം കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം വരും. വന്നു നിന്നപ്പോഴത്തേനും പറഞ്ഞു, എടാ നീ എടുത്ത് ആ പൊന്നരഞ്ഞാണോ എന്തിനാ അത് ഇങ്ങോട്ട് തരാൻ പറയണം. കുട്ടനാരായണൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അവന്റെ കയ്യിൽ ഒരു പൊന്നരഞ്ഞാണോ ഇല്ല, ഒരഞ്ഞാണോ ഇല്ല. ഞാൻ ആകെപ്പാടെ അവന്റെ അരയിലൊരു കറുത്ത ചരട് കെട്ടി കൊടുത്തിട്ടുണ്ട്, അത് വേണം നിൽക്കാൻ അഴിച്ചു തരാം എന്നും പറഞ്ഞോണ്ട് കുട്ടനാരായണന്റെ അമ്മ കറുത്ത ചരട് അഴിക്കാട്ട് അവന്റെ ഉടുപ്പ് അങ്ങോട്ട് പൊക്കുവാണ്. ഡ്രസ്സ് അങ്ങ് പൊക്കി കഴിഞ്ഞപ്പോ അമ്മ പോലും ഞെട്ടിപ്പോയി. അവന്റെ അരയിലാണ്ടെ കൃഷ്ണഭഗവാന്റെ അരഞ്ഞാണം കിടക്കുന്നു. ഒരു നിമിഷം തിരുമേനിയും ബാക്കി കൂടെ പ്രമാണിയില്ല മനസ്സിൽ കണ്ടോ, ഞങ്ങൾ പറഞ്ഞ സത്യമല്ലേ നോക്കിയേ, അവന്റെ അരയെ കിടക്കുന്ന എന്നാ നോക്ക്. സ്വന്തം പെറ്റ തള്ളയെ പോലും അറിയിക്കാതെ അവൻ പാത്തും പതുങ്ങിയും വന്ന് എടുത്തോണ്ട് വന്ന് ഇരിക്കുവായിരുന്നു പറയണം. എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് തന്നെ ആ അമ്മ കുട്ടിനാടിന്റെ തലങ്ങും വിലങ്ങും അടിക്കുവാണ്. അടിച്ചിട്ട് പറഞ്ഞ്, ഇന്നിവിടെ മേലെ കണ്ടുപോയേക്കരുത്, എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങി പൊക്കോളാൻ പറയണം. കുട്ടിനാരായണന് ഭയങ്കര സങ്കടമായിപ്പോയി. കുട്ടിനാരായണൻ, അമ്മേ ഞാൻ എടുത്തിട്ടില്ലമ്മേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയും. കള്ളം പറയുന്നെന്ന് ചോദിക്കണം. അമ്മേ ഇത് ഞാൻ മോഷ്ടിച്ചല്ലാന്ന് പറയും. പെട്ടെന്ന് പ്രമാണി ചോദിച്ചു, പിന്നെ എങ്ങനെയാണോ നിന്റെ കൈ വന്നതെന്ന് ചോദിക്കണം. ഇതെനിക്ക് തിരുവമ്പാടി കണ്ണൻ തന്നാന്ന് പറയും. കൊള്ളാലോ നിന്റെ കഥ, തിരുവമ്പാടി കണ്ണൻ നിനക്ക് തന്നു. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുമല്ലേ. എടാ ഞങ്ങൾ ആരാന്ന് നീ വിചാരിച്ചേ, വെറും പൊട്ടന്മാരാന്ന് വിചാരിച്ചോ? എടാ ഞങ്ങളെ പറ്റിക്കാൻ നിനക്ക് കഴിയില്ല. തിരുവമ്പാടി കണ്ണന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാനാ നിന്റെ ശ്രമമെങ്കിൽ അത് നടക്കില്ല എന്ന് പറയാണ്. കുട്ടിനാരായണന്റെ അമ്മ ഈ സമയത്ത് പറഞ്ഞു, ദേ ഇവനെ കൊണ്ടക്കോട്ടോ, എങ്ങോട്ടാണല്ലോ ഒന്ന് കൊണ്ടക്കോ, തുറുങ്കിലടയ്ക്കോ കൊന്നുകളയോ എന്ത് വേണം ചെയ്തോ, ഇതുപോലൊരു കള്ളനെ എനിക്ക് ആവശ്യമില്ല. എന്റെ മോനായിട്ട് എനിക്ക് ഇവനെ വേണ്ട. ഇവനെ അച്ഛന്റെ പാത തന്നെ പിന്തുടരുക, എനിക്ക് ഇവനെ ഇനി ആവശ്യമില്ല കൊണ്ടോക്കളാനും പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മ അകത്തേക്ക് കയറി കഥ അടയ്ക്കാൻ തുടങ്ങുക. അപ്പൊ കുട്ടിനാരായണ അമ്മേ ഞാൻ പറയുന്നത് കേക്കമ്മേ, നിൽക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ ചെല്ലുവാണ്. ഇതൊന്നും വകവയ്ക്കാതെ അമ്മ കയറി കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ്. കുട്ടിനാരായണ ഭയങ്കര വിഷമായിപ്പോയി. കുട്ടിനാരായണൻ അവിടെ നിങ്ങോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആ പ്രമാണി തിരുമേനി എല്ലാവരും കൂടെ കുട്ടിനാരായണനെ പിടിക്കാനായിട്ട് നിൽക്കുവാണ്. പ്രമാണി കയ്യെ കയറി കൂടെ പിടിച്ചു അങ്ങോട്ട്. എന്നിട്ട് ഇവിടെ വാടാ ഇങ്ങോട്ട്, നിന്നെ ക്ഷേത്രനടയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന കയ്യെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും ആ കൈ അങ്ങോട്ട് വിടിവിച്ച് കുട്ടിനാരായണൻ അവിടുന്ന് ഓടുവാണ്. ഓടുന്നപ്പോഴത്തേനും പ്രമാണി ബാക്കി എല്ലാവരും പറഞ്ഞു, അതെ അവന് രക്ഷപ്പെട്ടിട്ടുണ്ട്, അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ, നമുക്ക് അവനെ പുറകെ പോയി പിടിക്കണമെന്ന് പറയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ കുട്ടിനാരായണനെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഈ
ഈ സമയത്ത് കുട്ടിനാരായണൻ എന്താ ചെയ്യുന്നേ? കുട്ടിനാരായണൻ നേരെ പോയത് കണ്ണനെ കാണാനുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് അങ്ങോട്ടാ ചെല്ലുന്നേ. ആ മരത്തിന്റെ ചൂടിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കണ്ണാ കണ്ണാന്ന് ഉറക്ക വിളിക്കുന്നുണ്ട്. കുറെ വിളിച്ചിട്ട് കണ്ണൻ വന്നില്ല. നീ എന്താ എൻ്റെ അടുത്ത് വരാത്ത ഭഗവാനെ? എനിക്കറിയാം നീ എന്നെ മറിഞ്ഞു നിൽക്കുവല്ലേ. നീ എന്നെ കള്ളനാക്കിയില്ലേ ഈ അരഞ്ഞാണം കാരണം. എനിക്ക് ഇനി ഈ അരഞ്ഞാണം വേണ്ട കേട്ടോ. എന്താ നീ എടുത്തോളാനും പറഞ്ഞുകൊണ്ട് അത് ആ മരത്തേലേക്ക് വലിച്ചെറിയുകയാണ്. ആ കൊന്നമരത്തേലേക്ക് വെറുതെ ഒരു കൊന്നമരം നിൽക്കുന്നുണ്ടായിരുന്നു. ആ തേലേക്കാണ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറിഞ്ഞാൽ ആ മരത്തെ പോയി കിടന്നു. ഞാൻ പോകുക, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. നീ കാരണം എനിക്ക് ഈ ചീത്തപ്പേരുണ്ടാക്കിയത്. എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിച്ചില്ല, അറിയാവോ? ഞാൻ കട്ടെടുത്തില്ലെന്ന് നിനക്കറിയാലോ. എന്നിട്ട് പിന്നെ നീ എന്തിനാ കണ്ണ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? ഞാനിവിടുന്ന് ഓടിപ്പോവാന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടിപ്പോവാണ്. പിന്നീട് കാണിക്കുന്നേ തിരുമേനിയും പ്രമാണിയും കുറെ ആൾക്കാരും കൂടെ അങ്ങോട്ട് വരുവാണ്. കുട്ടിനാരായണന്റെ അമ്മ അങ്ങോട്ട് ഉണ്ട്. അങ്ങനെ വന്ന് നിന്ന് അവരിങ്ങനെ കുട്ടിനാരായണ അന്വേഷിക്കുന്ന സമയത്താണ് ആ മരത്തിലേക്ക് നോക്കി ഒരാൾ ദേ പൊന്നരഞ്ഞാണം കിടക്കുമെന്ന് പറയണേ. എല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കുവാണ്. നോക്കിയപ്പത്തിന് ആ പൊന്നരഞ്ഞാണം ആ മരത്തിന്റെ ശകരത്തേക്ക് കിടക്കുവാണ്. ഓഹോ, അപ്പൊ അവനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അവനെ പിടിക്കപ്പെടുമെന്ന് അവന് മനസ്സിലായി. അപ്പൊ നൈസായിട്ട് അവനത് ഉപേക്ഷിച്ചിട്ട് പോയതാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ പിന്നെ പോയി അന്വേഷിക്കാം. ഇപ്പൊ ആദ്യം ആ പൊന്നരഞ്ഞാണം ഇങ്ങ് എടുക്കാൻ പറയണം മരത്തെ കയറിയിട്ട്. അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞ ഒരാളോട് തിരുമേനി പറഞ്ഞു, നീ പോയി എടുത്തോണ്ട് വേണം കിട്ടാന്ന് പറയണം. അപ്പൊ അവന് മരത്തിലേക്ക് കയറുകൂടാ പൊന്നരഞ്ഞാണം എടുക്കാനായിട്ട്. അങ്ങനെ പൊന്നരഞ്ഞാണം എടുക്കാനായിട്ട് കയറി. പൊന്നരഞ്ഞാണം എടുക്കാൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. തിരുമേനി ഇത് എടുക്കാൻ പറ്റുന്നില്ല. എടാ നീ ഒന്നുകൂടെ നോക്ക്, അതാ മരപ്പശ കാരണം ഒട്ടിയിരിക്കുന്നതായിരിക്കും, എടുത്തോണ്ട് വരാൻ പറയണം. അയ്യോ അല്ല, ഇത് എടുക്കാൻ പറ്റുന്നില്ല. എടാ നീ ഒന്ന് ബലം പിടിച്ച് നോക്കിയെന്ന് പ്രമാണി പറയണേ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ഇത് എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അങ്ങനെ ഇത് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ താഴേക്ക് വീഴുവാണ് മരത്തേന്ന്. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, ഇതേ കൃഷ്ണ ഭഗവാൻ എന്തോ കോപം ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ ദൃഷ്ടാന്തം അവിടുന്ന് കാണിച്ചിരുന്നാന്ന് പറയണം. പെട്ടെന്ന് അവിടുന്ന് ഒരു അശരീരി ഉണ്ടാവുകയാണ്. അതെ, ദൃഷ്ടാന്തം തന്നെ ഞാൻ കാണിച്ചു തരുന്നത്. ഞാനിത് എൻ്റെ ഭക്തനായ കുട്ടിനാരായണന് സമ്മാനിച്ചതായിരുന്നു. പക്ഷെ നിങ്ങളത് അവൻ്റെ നിന്ന് മേടിച്ചെടുക്കാണ്ട് ശ്രമിച്ചു. അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് നിങ്ങളത് വിശ്വസിച്ചില്ല. പകരം നിങ്ങൾ അവനെ ദ്രോഹിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളിത് കൈക്കലാക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് കുട്ടിനാരായണൻ അല്ലാതെ ഇനി ആര് വന്ന് എടുക്കാൻ ശ്രമിച്ചാലും ഇതിവിടുന്ന് എടുക്കാൻ പറ്റില്ല. ഞാൻ കുട്ടിനാരായണന് സമ്മാനിച്ച അവൻ ഈ ദേശം വിട്ട് ഓടിപ്പോയിരിക്കുന്നു. ഇനി അവൻ വന്നല്ലാതെ ഇതെടുക്കാൻ പറ്റില്ല. ഇതെടുത്തില്ലെങ്കിൽ ഈ ദേശത്തിന് തന്നെ ഇനിയിപ്പം ആപത്തുകൾ ഉണ്ടാകാൻ പോകുന്നെന്ന് പറയണം. എല്ലാവരും ഒരു വേള അന്താളിച്ചു പോയി. എല്ലാവർക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കൃഷ്ണ ഭഗവാന്റെ അശരീരിയെ കേട്ടേക്കുന്നേ. അപ്പൊ ഇനി എങ്ങനെ അത് എടുക്കും? അതുകൊണ്ട് ഇനി ഇപ്പൊ അത് ആരും എടുക്കാൻ ശ്രമിക്കണ്ട, കുട്ടിനാരായണൻ അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അശരീരി അങ്ങ് നിൽക്കുവാണ്. തിരുമേനി പ്രമാണി എല്ലാം പരസ്പരം നോക്കുവാണ്. കുട്ടിനാരായണന്റെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. താൻ തന്നെ മോനെ സംശയിച്ചല്ലോ. പാവം പെറ്റമ്മയായിരുന്നിട്ട് കൂടി താൻ അവന്റെ മനസ്സ് മനസ്സിലാക്കിയില്ല. അമ്മ എന്ത് ചെയ്യണം? ആ മരത്തിന്റെ ചോടിയിലേക്ക് പോയിരുന്ന് പൊട്ടിക്കരയണം. മോനെ എന്നോട് ക്ഷമിക്കടാ, ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ എന്നോട് കാല് പിടിച്ച് പറഞ്ഞല്ലേ അമ്മ ഞാൻ ചെയ്തിട്ടില്ല എന്ന്. എനിക്ക് നിന്നെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ലോടെ മോനെ, എന്നോട് ക്ഷമിക്കുക. എന്നിട്ട് തിരിഞ്ഞു വന്ന് തിരുമേനോട് എല്ലാവരും പറഞ്ഞു, എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. എൻ്റെ മോൻ വന്നില്ലെങ്കിൽ ഈ മരത്തെ ഞാനും കെട്ടി തൂക്കി ചാവൂന്ന് പറയാണ് എന്നും പറഞ്ഞ മരത്തിന് ചോട്ടിരിക്കുകയാണ്. പ്രമാണിമാരും എല്ലാവരും കൂടെ കുട്ടിനാരായണ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് ഗിരിദേവനോട് ഉണ്ണിമോള് ചോദിച്ചു, അല്ല കുട്ടിനാരായണനെ കണ്ടെത്തിയോ? പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, എല്ലാവരും അങ്ങനെ നാനാ ദിക്കിൽ കൂടെ അന്വേഷിച്ച് നടന്നു. പക്ഷെ ഒരിടത്തും കുട്ടിനാരായണനെ കണ്ടെത്താൻ പറ്റിയില്ല. ആ ഒപ്പം തന്നെ അമ്പലത്തിലെ തിരുമേനി ഉണ്ടായിരുന്നു. അമ്പലത്തിലെ തിരുമേനി പൂജകളെല്ലാം മാറ്റിവെച്ചു. ഭഗവാന്റെ നിവേദ്യം എല്ലാം മാറിപ്പോയി. ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ മറന്നുപോയി. പിറ്റേ ദിവസം മേടമാണ്. മേടം പുറന്നിട്ടുണ്ടെങ്കിൽ വിഷുവാണ്. വിഷുക്കണി വെക്കേണ്ട. ഓട്ടുള്ള തേച്ച് മിനുക്കുവോ അതുപോലെ തന്നെ വിഷുക്കണി കൊടുക്കാണ്ട് സാധനങ്ങൾ എത്തിക്കുവോ ഒന്നും ചെയ്തിരുന്നില്ല. തിരുമേനി അതുവരെ മറന്നുപോയിട്ട് കുട്ടിനാരായണ അന്വേഷിച്ച് നടക്കുമായിരുന്നു പറയാം. അല്ല ഗിരിദേവ, എന്നിട്ട് വല്ലതും നടന്നോ? കുട്ടിനാരായണ കണ്ടെത്തിയോന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ പറയാന്ന് പറയണം. പിന്നീട് കാണിക്കുന്നത് ആ ദേശക്കാരും എല്ലാവരും കൂടെ അന്വേഷിച്ച് നോക്കി നടന്ന സമയത്ത് ഒരു കാട്ടിലേക്ക് ചെന്നു. ആ കാട്ടിൽ കൂടെ നോക്കുന്ന സമയത്ത് അവിടെ കുട്ടിനാരായണൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓടി എല്ലാവരും കൂടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ എല്ലാവരും നോക്കിയപ്പോൾ അനക്കൊന്നും കാണുന്നില്ല. കുട്ടിനാരായണൻ അനങ്ങാതെ കിടക്കുവാണ്. എൻ്റെ ഭഗവാനെ, ഇനി എങ്ങനെ മരിച്ചു പോയാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൃഷ്ണന്റെ കോപം ഈ ദേശക്കാർക്ക് മൊത്തം ഉണ്ടാവും. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ കുട്ടിനാരായണൻ പതുക്കെ കുലിക്ക് വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേനും കുട്ടിനാരായണൻ കണ്ണു തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുട്ടിനാരായണൻ ഒരു വേള അന്താളിച്ചു പോയി. ഭയങ്കര ടെൻഷനായിപ്പോയി ആൾക്ക്. പെട്ടെന്ന് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ആ അരഞ്ഞാണം മോഷ്ടിച്ചല്ല, എനിക്ക് ഭഗവാൻ തന്നതാ. ഞാൻ അവിടെ നിന്ന് ഉറിയാടി
നടത്തി ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു സ്വർണ്ണമോതിരം കിട്ടി. ആ സ്വർണ്ണമോതിരം ഞാൻ കൃഷ്ണ ഭഗവാന് കൊടുത്തു. അതിന് പകരമായിട്ട് എനിക്ക് തന്നതാ ആ സ്വർണ്ണറിഞ്ഞാണം. ഞാൻ മോഷ്ടിച്ചില്ല, ഞാൻ മോഷ്ടാവല്ലെന്ന് പറയണം. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. പെട്ടെന്ന് പ്രമാണി പറഞ്ഞു, നീ പേടിക്കണ്ട കേട്ടോ, തിരുവമ്പാടിക്കാണ് നിനക്ക് സമ്മാനിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തിരുവമ്പാടിക്കാണ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് പറയണം. ആ സമയത്താണ് കുട്ടനാരായണ ശ്വാസം പോലും നേരെ വീണ്. ധൈര്യമായിട്ട് നീ ഞങ്ങളോട് പോരെ, നീ വന്നാൽ മാത്രമേ ഇനി ആ തിരുവമ്പാടിക്കണ്ണന്റെ ആ അരിഞ്ഞാണ് മരത്തിന് മുകളിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ പറയണം. അങ്ങനെ പറയരുത് മോനെ എന്ന് പറയണം. അല്ല, എൻ്റെ അമ്മ എന്തെന്ന് ചോദിക്കും. നിന്റെ അമ്മയാണ്ടെ ആ മരത്തിന് ചോട്ടി ഇരിക്കുന്നുണ്ട്, നീ ചെന്നാൽ മാത്രം അമ്മ അവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ, ഇല്ലെങ്കിൽ ആ മരത്തെ കെട്ടി തൂങ്ങി ചാവുന്ന അമ്മ പറയുന്നത്. ഇത് കേട്ട ഉടനെ ആകെപ്പാടെ ടെൻഷനായിപ്പോയി കുട്ടിനാരായണൻ. കുട്ടിനാരായണൻ അവരോടൊപ്പം തിരിച്ച് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വരുവാണ്. ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നുണ്ട്. കുട്ടിനാരായണൻ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. കുട്ടിനാരായണനെ കണ്ട ഉടനെ കുട്ടിനാരായണന്റെ അമ്മ കെട്ടിപ്പിടിച്ച് കരയാണ്. മോനെ, എന്നോട് ക്ഷമിക്കടാ, ഞാൻ അറിഞ്ഞിരുന്നില്ല. പെറ്റമ്മയെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലോ. എന്നിട്ട് നീ എങ്ങോട്ടാ ഓടിപ്പോയത്? എനിക്ക് സഹിക്കാൻ പറ്റുമോ? നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തോടു കൂടി എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാനെന്ന് പറയാം. കുട്ടിക്കാരൻ പറഞ്ഞു, ബാമേ നമുക്ക് പോകാമെന്ന് പറയാം. തിരുമേനി പറഞ്ഞു, അല്ല ഇനി ഞാൻ പൊക്കോട്ടെ അങ്ങോട്ട്, മേടം പൊള്ളുന്നു, വിഷുവായി, അല്ല മേടം പിള്ളേരായ വിഷുക്കണി കാണണം എല്ലാവർക്കും. ഞാൻ പോയി എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയിപ്പോൾ കുട്ടിനാരായണൻ വന്നില്ലെന്ന് ചോദിച്ചിട്ട് തിരുമേനി അങ്ങോട്ട് പോകുവാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിനാരായണന്റെ പ്രമാണി പറഞ്ഞു, അതെ നീ ആ കയറിയ മരത്തെ കയറിയാന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാ ഞാൻ മരത്തെ കയറുന്നേ? എനിക്ക് മരത്തെ കയറാനൊന്നും അറിയത്തില്ല എന്ന് പറയുകയാണ്. പിന്നെ ഞാൻ എങ്ങനെ അത് കയറി എടുത്തു തരും? അല്ലെ, നമുക്ക് പോകാം, എനിക്കിനി എടുത്താലും എനിക്കിനി അത് വേണ്ടാന്ന് പറയാം. അങ്ങനെ പറയരുത് മോനെ, നീ അതെടുത്തിട്ട് നീ നിന്റെ സ്വന്തം ആയിക്കോ. ഇനി നിനക്ക് അവകാശപ്പെട്ട അത് കൃഷ്ണ ഭഗവാൻ നിനക്ക് തന്നല്ലേ, അപ്പൊ ഞാനും നിനക്ക് സമ്മാനമായിട്ട് തരുവാണ്, നീ അത് എടുത്തുകൊണ്ട് പൊക്കോളം പറയാം. വേണ്ട, എനിക്കിനി അത് വേണ്ടാന്ന് പറയണം. അത് കാരണം ഞാൻ കള്ളന് നേരെ പേര് കേട്ടത്. എനിക്കിനി അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങണം. പെട്ടെന്ന് കുട്ടിനാരായണന്റെ അമ്മ പറഞ്ഞു, അതെ മോനെ പോവല്ലേ മോനെ, നീ അത് എടുത്തു കൊടുത്തിട്ട് പോകാൻ പറയണം. അമ്മ എന്താ പറയണേ? എനിക്കത് കയറി എടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണ. ഈ സമയത്ത് ഒരശരീരി കേൾക്കുക, കുട്ടിനാരായണ നീ ആ ആഭരണം എടുത്തിട്ട് സ്വർണ്ണാരഞ്ഞാണം എടുത്തിട്ട് എൻ്റെ തിരുനടയെ കൊണ്ടേ വെക്കണം. അത് എൻ്റെ ഒരു ഞാൻ അങ്ങോട്ട് അരളി ചെയ്യുന്നതെന്ന് പറയുകയാണ് കുട്ടിനാരായണനോട്. പെട്ടെന്ന് കുട്ടിനാരായണന് മനസ്സിലായി ഭഗവാൻ തന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ, അത് ചെയ്യുക തന്നെ വേണം. പിന്നീട് കുട്ടിനാരായണൻ എന്ത് ചെയ്യാണ്, ആ മരത്തിന്റെ ചുവട്ടിലേക്ക് പോവാണ്. പക്ഷെ കുട്ടിനാരായണന് കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഈ സമയത്ത് മരത്തിൽ എന്ത് ചെയ്യണം, ആ ആഭരണം വരുന്ന സ്ഥലത്ത് ഒരു കൊന്നപ്പൂ അങ്ങനെ വിരിവേണം. കുറേ അതിലുള്ള വലിയൊരു കൊന്നപ്പൂ അങ്ങനെ ഉണ്ടാവണം. എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നീട് ആ കൊന്നപ്പൂ അതിൻ്റെ ആ ശേഖരത്തേന്ന് പതുക്കെ താഴേക്ക് വരുവാണ്. താഴേക്ക് വന്ന് കുട്ടിനാരായണന്റെ കൈകളിലേക്ക് വന്ന് വീഴുവാണ്. കുട്ടിനാരായണൻ അത്ഭുതത്തോടു കൂടി ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കുട്ടിനാരായണന് മനസ്സിലായി ഈ പൂ തന്നെ കൊണ്ട് അവിടെ വെച്ചാൽ മതിയായിരിക്കും. പിന്നീട് അമ്മയുടെ കൈ പിടിച്ച് ബാക്കി എല്ലാവരുടെയും ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ചയോ, തിരുമേനിയാണെങ്കിൽ കണി വെക്കാണ്ട് സാധനങ്ങളൊന്നും ഇല്ലായിരിക്കുമായിരുന്നു. അപ്പൊ തിരുമേനിയുടെ നിപ്പ് കണ്ടപ്പോഴത്തേനും പ്രമാണിച്ച്, എന്ത് പറ്റി തിരുമേനി, എന്താ സംഭവം ഇരിക്കണം? കണി വെക്കാണ്ട് ഞാൻ വന്ന, പക്ഷെ ഇവിടെ ശർക്കരയോ നാളികേരോ ഒന്നുമില്ല. ഇവിടെ ഒരു ശങ്കരനുണ്ടല്ലോ, അവൻ ചോദിക്കാതെയും പറയാതെ എല്ലാം എടുത്തോണ്ട് പോകും. അങ്ങനെ എടുത്തോണ്ട് പോയതാ. ഇനി എന്ത് ചെയ്യും? ഭഗവാന് വിഷുക്കണി ഒരുക്കാൻ പറ്റില്ലോ എന്ന് പറയാണ്. കുട്ടിനാരായണന്റെ അമ്മ ഈ സമയത്ത് കുട്ടിനാരായണൻ പറഞ്ഞു, അതെ ആഭരണത്തിന് പകരം നിനക്ക് ഭഗവാൻ തന്നെയല്ലേ ആ പൂവ്, നീ ആ പൂവ് അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ പറയാണ്. പിന്നെ തിരുമേനിച്ച്, ഇതെന്താ ഈ പൂവൊക്കെ? അതെ ഇതാണ് ആഭരണം എന്ന് പറയുന്നത്. ആഭരണമോ? ഇതെങ്ങനെ ആഭരണം? എൻ്റെ കണ്ണിനൊരു കുഴപ്പമൊന്നുമില്ല, ഇത് ആഭരണമല്ല, ഇത് പൂവാന്ന് പറയണം. അല്ല, ഇത് കൃഷ്ണ ഭഗവാൻ തന്നാന്ന് പറഞ്ഞ, ആഭരണത്തിന് പകരമായിട്ട് കൃഷ്ണ ഭഗവാൻ തന്ന പൂവ്, ആഭരണത്തിന്റെ സ്ഥാനത്ത് ഈ പൂ കൊണ്ടുപോയി കൃഷ്ണ ഭഗവാൻ നടക്കെ വെക്കണം എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ കുട്ടിനാരായണൻ എന്ത് ചെയ്യണം, ആ പൂവ് കൊണ്ടുപോയി ആ ക്ഷേത്രത്തിൽ നിന്ന് നടയെ വെക്കുവാണ്. ക്ഷേത്രത്തിൽ നിന്ന് നടയെ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുവാണ്. തിരിച്ചു വന്ന് അങ്ങനെ പ്രാർത്ഥനയോടെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് അത്ഭുതം എന്ന് പറയണ്ടേ, ആ പൂ നേരെ ശ്രീകോവിലിനകത്തേക്ക് കയറി. കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ കണിക്കൊന്നപ്പൂ ഇങ്ങനെ ഉരുളിക്കകത്ത് അവിടെ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.